ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം. ചിത്തിര വിമൻസ് അക്കാദമി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. തെരുവ് നായ്ക്കളെ വിഷം കൊടുത്തു കൊന്നതായി പരാതി. ഒറ്റപ്പാലം നഗരസഭയിലെ പല്ലാർമംഗലം കുന്നത്തുകാവ് പ്രദേശത്തെ തെരുവ് നായ്ക്കളെ വിഷം നൽകി കൊന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രദേശവാസി രംഗത്തെത്തിയത്. തെരുവ് നായ്ക്കളെ വിഷം നൽകി കൊന്നതായി പരാതി. ഒറ്റപ്പാലം നഗരസഭയിലെ പല്ലാർമംഗലം കുന്നത്തുകാവ് പ്രദേശത്താണ് തെരുവ് നായ്ക്കളെ വിഷം നൽകി കൊന്നതായി പ്രദേശവാസി പരാതിയുമായി രംഗത്തെത്തിയത്. തെരുവ് നായ്ക്കൾക്ക് ഇടയ്ക്ക് ഭക്ഷണം നൽകുന്ന ഇയാളോട് കഴിഞ്ഞ മാസമാണ് പ്രദേശത്തെ ഒരു വ്യക്തി റോഡിൽ തെരുവ് നായ്ക്കൾ മലമൂത്ര വിസർജനം നടത്തുന്നു എന്ന പരാതിയുമായി എത്തുന്നത്. നായ്ക്കൾ അങ്ങനെ ചെയ്യുന്നതിൽ തനിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു. ശേഷം പ്രദേശവാസികൾ ചേർന്ന ഒപ്പുശേഖരണം നടത്തി നഗരസഭയിൽ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഇന്ന് രാവിലെയാണ് വിഷം ഉള്ളിൽ ചെന്ന് പിടയുന്ന നായ്ക്കളെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും പ്രദേശവാസി പറഞ്ഞു. അതുകൊണ്ട് ആയിരിക്കാം ഞാനിപ്പോൾ ഒരു ചങ്ങലക്കിട്ടൊരു പട്ടിയെ കൊടുന്ന് അവിടെ അവരെയൊക്കെ കാഷ്ടിച്ചതാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതല്ലല്ലോ സംഭവം. അവിടെ അങ്ങനെ ചെയ്തതായിരിക്കാം. അതുകൊണ്ടിപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അദ്ദേഹം പോയി അപ്പോൾ തന്നെ, വേറൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ കാണുന്നത് പരിസരവാസികളുടെ ഒപ്പ് ശേഖരണം നടത്തി ഒറ്റപ്പാലം നഗരസഭയിലേക്കോ എവിടേക്കോ കൊടുത്തതായിട്ടാണ് എൻ്റെ അറിവ്. ഇതുപോലെ ഒരു വർഷം മുമ്പ് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ കുരച്ചു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒപ്പ് ശേഖരണം നടത്തി നഗരസഭയിൽ കൊടുക്കേണ്ടായി. അപ്പോൾ അവരവിടുന്ന് തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് നിർത്തിക്കാനുള്ള ഒരു അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞതായിട്ടാണ് അറിവ്. അത് വന്ന് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അന്ന് ഒരു 6 കുട്ടികളായിരുന്നു. ആ 6 കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിഷം വെച്ച് കൊന്നു. ഷെൽട്ടർ ഒരുക്കി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്ന കോടതി വിധി നിലനിൽക്കെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ആ 2 പട്ടിക്കുട്ടികളെ രാവിലെ ഇവിടെ കിടന്ന് പടയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പഴയ കൗൺസിലറോട് വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. ഇവർക്കൊരു നേരം പോക്കാണ്. കാരണം ഈ തെരുവ് പട്ടികളെ സംരക്ഷിക്കണം, അവരെ പിടിക്കണം, വന്ധ്യീകരിക്കണം, പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യണം, ഷെൽട്ടറിലാക്കണം എന്നൊക്കെയാണ് നഗരസഭയുടെയും സർക്കാരിൻ്റെയൊക്കെ നിയമങ്ങൾ എങ്കിലും. പക്ഷേ ഈ നാട്ടിലുള്ള ചില സാമൂഹ്യ വിരുദ്ധർ ഏറ്റവും പെട്ടെന്ന് വിഷത്തിലൂടെ അവരുടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ട് സമൂഹത്തിൽ മനസാക്ഷിയുള്ളവർ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.